ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്ത് ഇപ്പോൾ ഒന്ന് മാത്രമാണ് ചർച്ച. അത് സഞ്ജു വി സാംസണിനെ കുറിച്ചാണ്. സഞ്ജു വി സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് എപ്പോഴെത്തും, എത്തി, ചേട്ടൻ വന്നു, ഇങ്ങനെ ഒരു തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. ആരാണ് പകരക്കാരൻ? നിരവധി ചർച്ചകൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. സഞ്ജു വി സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിലെത്തിയാൽ എന്തായിരിക്കും റോള്? മഹേന്ദ്ര സിംഗ് ധോണിയുടെ ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. അവിടേക്ക് ഒരു വിക്കറ്റ് കീപ്പറായിട്ടുള്ള സഞ്ജു വി സാംസൺ എത്തുന്നു. മാത്രമല്ല, ഇന്ത്യൻ ക്രിക്കറ്റിലെ 2020 ക്രിക്കറ്റിലെ പ്രത്യേകിച്ചും ഏറ്റവും മികച്ച താരങ്ങളൊന്നായിട്ടുള്ള ഏറ്റവും മികച്ച ബാറ്ററായിട്ടുള്ള സഞ്ജു വി സാംസണിനെ എടുക്കാൻ ചെന്നൈ സൂപ്പർ കിങ്സ് ഇത്രമാത്രം താല്പര്യം പ്രകടിപ്പിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? അതവിടെ നിൽക്കട്ടെ. എന്താണെങ്കിലും സഞ്ജു വി സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് എത്തുന്നു എന്നുള്ള ചർച്ചകൾ സജീവമാകുമ്പോൾ ഇപ്പോഴും ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല എന്ന് മാത്രം. പക്ഷേ ചെന്നൈ ആരാധകരൊക്കെ ഇപ്പോൾ തന്നെ ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു. അവർ ചേട്ടൻ വന്നില്ലേ എന്നുള്ള പാട്ടിട്ട് തന്നെ ആഘോഷിക്കുകയാണ്, സഞ്ജുവിൻ്റെ ഫോട്ടോയും പതിപ്പിച്ച്. അപ്പോൾ സഞ്ജു വി സാംസൺ ചെന്നൈയിലേക്ക് എത്തുന്നുവെങ്കിൽ എന്തൊക്കെയാണ് ആ ഡീല്? കഴിഞ്ഞ ദിവസങ്ങളിലെ ഡീല് പ്രകാരം പ്രധാനമായും രവീന്ദ്ര ജഡേജയുടെ പേരാണ് ഒന്നാമത് പകരക്കാരനായി നൽകുക. പക്ഷേ ജഡേജ മാത്രം പോരല്ലോ രാജസ്ഥാൻ റോയൽസിന്. അപ്പോൾ രാജസ്ഥാൻ റോയൽസ് ആദ്യം ആവശ്യപ്പെടുന്നത് പതിരനെയാണ്. പക്ഷേ പതിരനെ വിട്ടു നൽകാൻ താല്പര്യപ്പെടുന്നില്ല ചെന്നൈ സൂപ്പർ കിങ്സ്. പതിരനയെ എങ്ങനെ ഗ്രൂം ചെയ്ത് കൊണ്ടുവരികയാണല്ലോ ചെന്നൈ സൂപ്പർ കിങ്സ്. അപ്പോൾ അദ്ദേഹത്തെ വിട്ടു നൽകിയ ഒരു പരീക്ഷണം വേണ്ട എന്നുള്ളതാണ്. ശിവൻ ദുബെയും പരീക്ഷിക്കാൻ ആലോചിച്ചു. ശിവൻ ദുബെയും പക്ഷേ വിട്ടുകൊടുക്കേണ്ട എന്നുള്ളതാണ്. ഇപ്പോൾ രവീന്ദ്ര ജഡേജയുടെ കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സജീവമായി കേൾക്കുന്നത് സാം കറന്റെ പേരാണ്. സാം കറനും രവീന്ദ്ര ജഡേജയും പോകുന്നു, സഞ്ജു സാംസൺ ചെന്നൈയിലേക്ക് വരുന്നു എന്നുള്ളത്. അങ്ങനെ സഞ്ജു ചെന്നൈയിൽ മഞ്ഞ കുപ്പായത്തിൽ ഇറങ്ങുകയാണെങ്കിൽ അവിടെ മഹേന്ദ്ര സിംഗ് ധോണിക്കൊപ്പം നമ്മുടെ സഞ്ജു ചേട്ടനെയും കാണാം. സഞ്ജു വി സാംസണിന് ലഭിക്കുന്ന സ്വീകാര്യതയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സഞ്ജു വി സാംസണിന് ചെന്നൈയിൽ, തമിഴ്നാട്ടിൽ ഉടനീളം, മാത്രമല്ല കേരളത്തിൽ നിന്നുള്ള വലിയ ഒരു ആരാധക കൂട്ടായ്മ, ഇതൊക്കെ ചേർന്നാണ് സഞ്ജുവിന് ഇത്രമാത്രം ഡിമാൻഡ് ഉണ്ടായത് ഈ ചെന്നൈ സൂപ്പർ കിങ്സ് ടീമിനെ സംബന്ധിച്ച്. ഡൽഹിയും കൊൽക്കത്തയുമായൊക്കെ രാജസ്ഥാൻ റോയൽസ് സംസാരിച്ചതാണ് സഞ്ജുവിനെ ട്രേഡ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ തന്നെ. പക്ഷേ ഇതിലേറ്റവും കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചത് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. അപ്പോഴാണ് ചോദ്യം നമുക്ക് വീണ്ടും ചോദിക്കാൻ തോന്നുക, സഞ്ജുവിനെ ചെന്നൈ സൂപ്പർ കിങ്സ് ടീമിൽ എത്തിച്ചാൽ എങ്ങനെയാണ് വിസിൽ പോടാൻ പോകുന്നത്? അതായത് സഞ്ജു വി സാംസന്റെ റോൾ എന്തായിരിക്കും? കേവലം ഒരു ഓപ്പണർ എന്നതിനപ്പുറത്തേക്ക് സഞ്ജുവിന് ചില ചുമതലകൾ ഉണ്ടാകുമോ? മുഹമ്മദ് കൈഫ്, ഇന്ത്യയുടെ മുൻനിര ബാറ്ററായിരുന്ന മുഹമ്മദ് കൈഫ് പറയുന്നു സഞ്ജു വി സാംസൺ ആയിരിക്കും ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ക്യാപ്റ്റനാകാൻ പോകുന്നത് എന്ന്. അതായത് മഹേന്ദ്ര സിംഗ് ധോണി എന്ന ഇന്ത്യയുടെ എക്കാലത്തെ മികച്ച ക്യാപ്റ്റൻ, ഇന്ത്യയുടെ എക്കാലത്തെ മികച്ച വിക്കറ്റ് കീപ്പർ ബാറ്റർമാരിലൊരാൾ, അദ്ദേഹത്തിൻ്റെ ഏറെക്കുറെ അവസാന സീസൺ ആയിരിക്കും 2026 എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. മഹേന്ദ്ര സിംഗ് ധോണി ഈ വരുന്ന സീസണോടുകൂടി ചെന്നൈ സൂപ്പർ കിങ്സിൽ തൻ്റെ കരിയർ അവസാനിപ്പിക്കുകയാണെങ്കിൽ പകരമാര്? അതിനുള്ള ഉത്തരമാണ് മുഹമ്മദ് കൈഫ് നൽകുന്നത്. ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ക്യാപ്റ്റൻസിയിലേക്ക് പരിഗണിക്കാൻ വേണ്ടിയാണ് സഞ്ജുവിനെ ഇത്രമാത്രം നോട്ടമിടുന്നത് എന്നാണ്. മാത്രമല്ല, ഇതിനിടയിൽ മറ്റൊരു റിപ്പോർട്ട് വരുന്നത് ഈ സീസൺ പൂർത്തിയാകാൻ വരെ മഹേന്ദ്ര സിംഗ് ധോണി നിൽക്കില്ല. ആദ്യ ചില മത്സരങ്ങൾ കഴിഞ്ഞ ശേഷം ധോണി ഒരു ഔദ്യോഗിക വിടവാങ്ങൽ ആഗ്രഹിക്കും ചെപ്പോക്കിലെ ആ സ്റ്റേഡിയത്തിൽ. ചെപ്പോക്കിൽ കാണികൾ മഹേന്ദ്ര സിംഗ് ധോണി എത്തുമ്പോൾ തല എന്ന് ആർത്തു വിളിക്കുന്നത് നമ്മൾ എത്ര തവണ കേട്ടിട്ടുള്ളതാണ്. എത്ര തവണ MSD വിളികൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ. അപ്പോൾ അവിടെ വെച്ച് ആ മഞ്ഞ ജേഴ്സി മഹേന്ദ്ര സിംഗ് ധോണിക്കും ഒരു വികാരമാണ്. ആ വികാരമായിട്ടുള്ള മഹേന്ദ്ര സിംഗ് ധോണിക്ക് ആ കാണികളുടെ മുന്നിൽ നിന്നും അങ്ങനെ വെറുതെ ഈസിയായി ടാറ്റ പറഞ്ഞ് പോകാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഭദ്രമായ ഒരു കരങ്ങളിൽ ആ ക്യാപ്റ്റൻസി ഏൽപ്പിച്ച് നല്ലൊരു വിടവാങ്ങൽ ആഗ്രഹിക്കുന്നുണ്ടാവും ധോണി. അതിനായി കാത്തിരിക്കുകയാണ് ധോണി എന്നാണ് റിപ്പോർട്ടുകൾ. അതായത് ഈ വർഷം ഇനി വരാൻ പോകുന്ന 2026 സീസൺ IPL ധോണിയെ നമ്മൾ ഒരുപക്ഷെ അവസാനമായി ക്രീസിൽ കാണാൻ പോകുന്നു എന്നുകൂടി ഇതിൽ ചേർത്ത് വായിക്കണം. അങ്ങനെ മഹേന്ദ്ര സിംഗ് ധോണി IPL അവസാനിപ്പിക്കുമ്പോൾ IPL തന്നെ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ആശങ്കപ്പെടുന്നവരുണ്ട്. എന്താണെങ്കിലും സച്ചിൻ തെണ്ടുൽക്കറും സൗരവ് ഗാംഗുലിയും ഒക്കെ ഉണ്ടായിരുന്ന IPL, അല്ലെങ്കിൽ ക്രിസ് ഗെയിലും മക്കലവും ഒക്കെ ഉണ്ടായിരുന്ന IPL ഇപ്പോഴും ഒരു കോട്ടം സംഭവിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ആശ്വസിക്കാം. പക്ഷേ മഹേന്ദ്ര സിംഗ് ധോണി എന്ന ബ്രാൻഡ് വാല്യൂ അത് വലുതാണ്. അത് ചെന്നൈ സൂപ്പർ കിങ്സിനെ നന്നായി അറിയുകയും ചെയ്യാം. അപ്പോൾ മഹേന്ദ്ര സിംഗ് ധോണി എന്ന ബ്രാൻഡിനെ റീപ്ലേസ് ചെയ്യാൻ സഞ്ജുവിനെയാണ് അവർ കണക്കാക്കിയത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്നാണെങ്കിലും സഞ്ജു വി സാംസൺ
ആ മഞ്ഞ ജേഴ്സിയിൽ എത്തുമെന്ന് തന്നെയാണ് ഏറെക്കുറെ ഉറപ്പിക്കേണ്ടത്. സഞ്ജു വി സാംസൺ ചെന്നൈയിലെത്തിയാൽ ക്യാപ്റ്റൻ ആകുമോ? അതാണ് ചോദിക്കുന്നത്. എന്താണെങ്കിലും ചെന്നൈ ടീമിന്റെ ചേട്ടനായി സഞ്ജു വി സാംസൺ എത്തുമെന്ന് പ്രതീക്ഷിക്കാം. സഞ്ജു ഉടൻ തന്നെ രാജസ്ഥാൻ റോയൽസിൽ നിന്ന് ചെന്നൈയിൽ എത്തുമെന്ന് കരുതുന്നു എല്ലാവരും. ഇനി ഒരു ധാരണയിലേക്ക് എത്തിയാൽ തന്നെ മനോജ് ബാദലെ രാജസ്ഥാന്റെ ഓണർമാരിൽ ഉടമകളിൽ പ്രധാനിയായിട്ടുള്ള അദ്ദേഹമാണ് ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത്. അപ്പോൾ ഈ ചർച്ച പൂർത്തീകരിച്ചാൽ ഈ താരങ്ങളുടെ എല്ലാം സമ്മതപത്രം നൽകണം BCCIക്ക് അല്ലെങ്കിൽ IPL ഗവേണിംഗ് കൗൺസിലിന്. അവിടെ താരങ്ങളുടെ സമ്മതപത്രം, ഞങ്ങൾക്കിങ്ങനെ ടീം മാറാൻ സമ്മതമാണെന്നുള്ള ആ സമ്മതപത്രം IPL ഗവേണിംഗ് കൗൺസിലിന് നൽകി അതിനുശേഷം ആയിരിക്കും ഈ ധാരണയിലേക്ക്, കരാറിലേക്ക് എത്തുക. അപ്പോൾ അത് ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. എന്നാലും IPL ലോകത്ത് ഇപ്പോൾ ചർച്ച അത് സഞ്ജു വി സാംസണാണ്. സഞ്ജു ചെന്നൈയുടെ ക്യാപ്റ്റൻ ആകുമോ? ധോണി ഈ സീസൺ കൊണ്ട് അവസാനിപ്പിക്കുമോ? ഒരുപാട് ചോദ്യങ്ങൾക്കാണ് ഉത്തരം കാത്തിരിക്കുന്നത്.